മലയാളികളെ വർഷങ്ങളോളം ചിരിപ്പിച്ച ഒരു മുഖം, ഹാസ്യകഥാപാത്രങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു കലാകാരൻ, പിന്നീട് ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ നടൻ, അതായിരുന്നു സലീം കുമാർ. എറണാകുളം ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് സലീം കുമാർ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ കലാരംഗത്തോട് വലിയ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മിമിക്രി വേദികളിലൂടെയാണ് അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിച്ചത്. ആ കാലത്ത് നിരവധി സ്റ്റേജ് പരിപാടികളിൽ പങ്കെടുത്ത അദ്ദേഹം പതിയെ ജനപ്രീതി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രമുഖ നടനായ സലീം കുമാറിൻ്റെ ജീവിതകഥയെക്കുറിച്ചാണ്. മലയാള സിനിമയിലെ ഏറ്റവും വ്യത്യസ്തമായ കലാകാരന്മാരിൽ ഒരാളായിരുന്നു സലീം കുമാർ. ഹാസ്യം, വികാരം, ജീവിത യാഥാർത്ഥ്യം ഇവയെല്ലാം തൻ്റെ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മിമിക്രിയിൽ നിന്നും സിനിമയിലേക്കുള്ള യാത്ര അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരുന്നില്ല. ചെറിയ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. പക്ഷേ തൻ്റെ വ്യത്യസ്തമായ അവതരണ ശൈലി കാരണം അദ്ദേഹം വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായി അദ്ദേഹം മാറി. 2000കളിൽ സലീം കുമാർ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ ഹാസ്യ നടന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളും കഥാപാത്രങ്ങളും ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഭാഷയും ജീവിതവും ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നത്. നൂറുകണക്കിന് സിനിമകളിലൂടെ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന നൽകിയ കലാകാരനാണ് സലീം കുമാർ. ഹാസ്യവും ഗൗരവവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അപൂർവ അഭിനേതാക്കളിൽ ഒരാളായിരുന്നു സലീം കുമാർ. സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങൾ വരും തലമുറകൾ എന്നും ഓർത്തിരിക്കും. സലീം കുമാർ ഒരു ഹാസ്യനടൻ മാത്രമല്ലെന്ന് തെളിയിച്ച സിനിമയായിരുന്നു ആദാമിൻ്റെ മകൻ അബു. ഈ ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി. അത് മലയാള സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ കരിയറിനും വലിയ അഭിമാന നിമിഷമായിരുന്നു. ഒരു കോമഡി താരത്തിൽ നിന്ന് ദേശീയ പുരസ്കാര ജേതാവായി ഉയർന്നത് അദ്ദേഹത്തിൻ്റെ അസാധാരണ പ്രതിഭയുടെ തെളിവാണ്. സിനിമയ്ക്ക് പുറത്തും സലീം കുമാർ തൻ്റെ ലാളിത്യത്തിന് പേരുകേട്ട ആളായിരുന്നു. അഭിമുഖങ്ങളിൽ അദ്ദേഹം തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. സാമൂഹിക വിഷയങ്ങളിൽ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അദ്ദേഹം മടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നടൻ മാത്രമല്ല, വ്യക്തിത്വമുള്ള മനുഷ്യൻ എന്ന നിലയിലും ഇഷ്ടപ്പെട്ടിരുന്നു. സലീം കുമാർ എന്ന കലാകാരൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹം സമ്മാനിച്ച ചിരികളും ഓർമ്മകളും എന്നും നിലനിൽക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്നും പ്രത്യേക സ്ഥാനത്തായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സലീം കുമാറിൻ്റെ കഥാപാത്രം ഏതാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.